ഓക്കെ, വെൽക്കം ബാക്ക്. സോ അപ്പോൾ നമ്മൾ ബ്ലോക്ക് സൈഫേഴ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ ഫീസ്റ്റൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും സൈഫർ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും ഒക്കെ സംസാരിച്ചു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ബ്ലോക്ക് സൈഫർ ടെക്നിക്കായിട്ടുള്ള ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ DES എന്നറിയപ്പെടുന്ന ഒരു എൻക്രിപ്ഷൻ അൽഗോരിതത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ DES എന്ന് പറയുന്നത് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമെട്രിക് ബ്ലോക്ക് സൈഫർ അൽഗോരിതമാണ്, എൻക്രിപ്ഷൻ അൽഗോരിതമാണ്. അപ്പോൾ ഇറ്റ്സ് എ സിമെട്രിക് ബ്ലോക്ക് സൈഫർ. സോ സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരേ കീ തന്നെയാണ് നമ്മൾ എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും യൂസ് ചെയ്യുന്നത്. അതാണ് സിമെട്രിക് ബ്ലോക്ക് സൈഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഡേറ്റ എൻക്രിപ്ഷനായിട്ട് അല്ലെങ്കിൽ ഡേറ്റ പ്രോസസ്സിങ്ങിനായിട്ട് എടുക്കുന്നത് ബ്ലോക്സ് ബൈ ബ്ലോക്സ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇത് 1977 നാഷണൽ ബ്യൂറോ ഓഫ് സെക്യൂരിറ്റി, ഇപ്പോൾ അറിയപ്പെടുന്ന NIST എന്നാണ്. അപ്പോൾ അവരൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആയിരുന്നു ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇത് എൻക്രിപ്റ്റ് ചെയ്യുന്നത് 64 ബിറ്റ് ഡേറ്റയാണ് എൻക്രിപ്ഷനായിട്ട് എടുക്കുന്നത്. അതായത് എത്ര ബ്ലോക്കുള്ള ഡേറ്റയാണ്? 64 ബിറ്റുള്ള ബ്ലോക്ക് ഡേറ്റയാണ് നമ്മൾ എൻക്രിപ്ഷനായിട്ട് ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 56 ബിറ്റ് കീ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കീയുടെ സൈസ് എന്ന് പറയുന്നത് ഡേറ്റ ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ സൈസിനേക്കാളും ഡിഫറെൻ്റ് ആണ്. ദെൻ ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നൗഡേസ് അങ്ങനെ വലിയൊരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ നമുക്കിപ്പം കമ്പ്യൂട്ടറും അതുപോലെയുള്ള കുറച്ചുകൂടി ടെക്നോളജിക്കലി ഇമ്പ്രൂവ് ആയ സമയത്ത് DES എന്ന് പറയുന്നത് സെക്യൂറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് അല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ IBM ആദ്യം ഡെവലപ്പ് ചെയ്തതായിരുന്നു ഒരു ലൂസിഫർ സൈഫർ എന്ന് പറയുന്ന ടെക്നിക്ക്. സോ അപ്പം അത് എന്ന് പറയുന്നത് ആദ്യം കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ ഫീസ്റ്റൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻസൈഫർമെൻറ്റ് ടെക്നിക്കായിരുന്നു. അപ്പോൾ അവിടെ 64 ബിറ്റ് ഡേറ്റ ബ്ലോക്സ് 128 ബിറ്റ് കീ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ദെൻ അത് റീഡെവലപ്പ് ചെയ്തിട്ടായിരുന്നു പിന്നെ എന്താണ് NSAയും അതുപോലെ തന്നെ നാഷണൽ ബ്യൂറോ ഓഫ് സെക്യൂരിറ്റിയും ഒക്കെ പിന്നീട് ഈ ഒരു റീഡെവലപ്പ് ചെയ്തതായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ദെൻ അതിന് റിവൈസ് ചെയ്തിട്ടാണ് DES എന്ന് പറയുന്ന ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പുതിയ എൻക്രിപ്ഷൻ അൽഗോരിതമായിട്ട് ഇതിനെ മാറ്റിയത്. അതായത് 64 ബിറ്റ് ഡേറ്റ ബ്ലോക്കും 128 ബിറ്റ് കീയും ഉപയോഗിച്ചിരുന്ന ആ ഒരു എൻക്രിപ്ഷൻ ടെക്നിക്ക് പിന്നീട് റിവൈസ് ചെയ്തിട്ടാണ് ഈ രീതിയിലുള്ള DES ആയിട്ട് മാറിയത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് എന്ന് പറയുന്ന 64 ബിറ്റ് ബ്ലോക്ക് ആയിരിക്കും. ഔട്ട്പുട്ട് അപ്പോൾ എന്തായിരിക്കും? 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ്, അതായത് 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ആണ് നിങ്ങളുടെ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്ന 64 ബിറ്റ് സൈഫർ ടെക്സ്റ്റ്. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് 64, നമ്മുടെ സൈഫർ ടെക്സ്റ്റും കിട്ടുന്നത് എന്തായിരിക്കും? 64 ബിറ്റ് ആയിട്ടായിരിക്കും കിട്ടുക. ദെൻ മെയിൻ കീ എന്ന് പറയുന്നത് ആക്ച്വലി 64 ബിറ്റുള്ള കീ ആണ്. പക്ഷെ അതിനെ എന്തായിട്ട് മാറ്റുന്നുണ്ട്? 56 ബിറ്റുള്ള കീ ആയിട്ട് സബ് കീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ റൗണ്ട് കീസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 48 ബിറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആക്ച്വലി അൽഗോരിതം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ദെൻ ഇതിൽ 16 റൗണ്ടുകളാണ് ഉള്ളത്. സോ ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ ബ്ലോക്ക് സൈഫർ എൻസൈഫർമെൻറ്റ് ടെക്നിക്കാണ്. ബ്ലോക്ക് സൈഫർ എൻക്രിപ്ഷൻ അൽഗോരിതം 64 ബിറ്റ് ബ്ലോക്കിനെ ആണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ്സ് എ സിമെട്രിക് കീ എൻക്രിപ്ഷൻ ടെക്നിക്, അതായത് സെയിം കീ തന്നെയാണ് എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും യൂസ് ചെയ്യുന്നത്. ദെൻ ഫിക്സഡ് കീ സൈസ് ആണ്, ഫിക്സഡ് 56 ബിറ്റ് കീ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫീസ്റ്റൽ സൈഫർ സ്ട്രക്ചർ ആണ് DES യൂസ് ചെയ്യുന്നത്. അതായത് പ്ലെയിൻ ടെക്സ്റ്റിനെ 2 ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. പിന്നെ ഐട്രേറ്റീവ്ലി അവരെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഓരോ ഹാഫിനെയും എൻക്രിപ്റ്റ് ചെയ്ത് ഒരു സീരീസ് ഓഫ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിലൂടെയാണ് ആ സൈഫർ ടെക്സ്റ്റിലേക്ക് എത്തിച്ചേരുന്നത്. സോ ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡിൽ മെയിനായിട്ട് 3 ഫേസ് ആണുള്ളത്. ഒരു ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്. ദെൻ 16 റൗണ്ടുകൾ വരുന്ന ഒരു സെയിം ഫംഗ്ഷൻ ഉണ്ട്. അവിടെ പെർമ്യൂട്ടേഷൻസും സബ്സ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻസ് ഉണ്ട്. ഫൈനലി ഒരു ഈ ഇൻവേഴ്സ് ഓഫ് ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ ഫംഗ്ഷൻ ഉണ്ട്. സോ ആദ്യം നമ്മളുടെ ഇൻപുട്ട് ആദ്യം ഒരു ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ ഉണ്ട്. ദെൻ അതിനുശേഷം 16 റൗണ്ടുകളോളം വരുന്ന സബ്സ്റ്റിറ്റ്യൂഷനും പെർമ്യൂട്ടേഷനും ഫംഗ്ഷൻസ് ഉണ്ട്. അതിനുശേഷം ഫൈനലി ഒരു ഇൻവേഴ്സ് ഓഫ് ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡിൻ്റെ 3 ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് എന്ത് വേണം? കീ ജനറേറ്റ് ചെയ്യണം. ഫസ്റ്റ് എന്ന് പറയുന്നത് കീ ജനറേറ്റ് ചെയ്യുക, 56 ബിറ്റ് കീനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒറിജിനൽ കീ എന്ന് പറയുന്നത് ആക്ച്വലി 64 ബിറ്റ് ആണ്. ആ 64 ബിറ്റ് കീയിൽ നിന്നുമാണ് എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? ഈ 56 ബിറ്റ് കീ ജനറേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി സെക്യൂർ ആയിട്ടും നമുക്ക് പെട്ടെന്ന് അതായത് അറ്റാക്കേഴ്സിന് പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കീ ആയിട്ട് മാറാം. ദെൻ ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നുണ്ട്. ഇനിഷ്യൽ പെർമ്യൂട്ടേഷനിൽ എന്താ ചെയ്യുന്ന 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരു ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. ദെൻ അതിനെ അടുത്ത് എന്താ ചെയ്യുന്നത്, ഇതിനെ 2 ഹാഫ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 32 ബിറ്റ് വീതമുള്ള 2 ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ലെഫ്റ്റ് ഹാഫും ഒരു ലെഫ്റ്റ് പാർട്ടും ഒരു റൈറ്റ് പാർട്ടും ആയിട്ട്. പിന്നെ അതിനുശേഷം വരുന്നത് നമുക്ക് റൗണ്ട്സ് ആണ്. അതായത് ഫീസ്റ്റൽ സൈഫർ സ്ട്രക്ചറിൽ നിങ്ങൾ കണ്ട പോലുള്ള റൗണ്ട്സ് ആണ്. അപ്പോൾ ഇവിടെ DESൽ എന്ന് പറയുമ്പോൾ 16 റൗണ്ട്സ് ആണ് ഉള്ളത്. ഓരോ റൗണ്ടിലും നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസും പെർമ്യൂട്ടേഷൻസും എന്നുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും ആ ഒരു ഡേറ്റ ബ്ലോക്കിലേക്ക് പെർഫോം ചെയ്യുക. ദെൻ ഫൈനലി ഇതിനൊക്കെ ശേഷം, അതായത് ഈ 16 റൗണ്ടുകൾക്ക് ശേഷം ഒരു ഫൈനൽ പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്യും. അതിന് ശേഷമായിരിക്കും നമ്മുടെ സൈഫർ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മളുടെ ഈ ഒരു DES എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ അൽഗോരിതമായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഒരു എൻക്രിപ്ഷൻ അൽഗോരിതമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ആക്ച്വലി DES എൻക്രിപ്ഷൻ അൽഗോരിതത്തിൻ്റെ ഫുൾ സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് കാണാം. 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റിനെ ആദ്യം എന്താ ചെയ്യുന്നത്, ഒരു ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു ബ്ലോക്കിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. സോ ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ, അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, 64 ബിറ്റുള്ള ഒരു ടെക്സ്റ്റായിട്ട് തന്നെ ആയിരിക്കും നമ്മളുടെ ടെക്സ്റ്റ് നമുക്ക് കിട്ടുക. അതായത് പെർമ്യൂട്ടേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് അവരുടെ പൊസിഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്തതല്ലേ ഉള്ളൂ. സോ 64 ബിറ്റ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു, പ്ലെയിൻ ടെക്സ്റ്റിന് ഇൻപുട്ട് ചെയ്യുന്നു, നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് 64 ബിറ്റുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയായിരിക്കും കിട്ടുക. ഇനി അതിനുശേഷം നമ്മളുടെ 16 റൗണ്ടുകളുണ്ട്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 അങ്ങനെ 16 റൗണ്ടുകളുണ്ട്. അപ്പോൾ ഓരോ റൗണ്ടും പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, കീസ് വേണം. അപ്പോൾ ഈ കീസിൻ്റെ ആക്ച്വലി ഉള്ള K1 എന്ന് പറയുന്ന കീ ആണ് നമ്മളുടെ റൗണ്ട് 1 യൂസ് ചെയ്യുന്നത്. അടുത്ത K2 എന്ന് പറയുന്ന കീ ആണ് റൗണ്ട് 2. അങ്ങനെ K16 എന്ന് പറയുന്ന കീ ആണ് നമ്മൾ റൗണ്ട് 16 യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൗണ്ട് 16 കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 32 ബിറ്റുള്ള ഒരു പാർട്ടായിട്ടായിരിക്കും കിട്ടുക. അതിന് ഇനി എന്ത് ചെയ്യും, ഒരു സ്വാപ്പും കൂടെ പെർഫോം ചെയ്തിട്ടായിരിക്കും ഇൻവേഴ്സ് ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ പെർഫോം ചെയ്ത് നമ്മളുടെ 64 ബിറ്റ് സൈഫർ ടെക്സ്റ്റായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് പാർട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ റൈറ്റ് പാർട്ടിൽ ഫുള്ളും നമ്മുടെ കീയുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് ആണ് നടക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ആക്ച്വലി ഉള്ള എൻക്രിപ്ഷൻ്റെ പാർട്ടായിട്ട് നടക്കുന്നത്. ദെൻ ഈ സൈഡിൽ വരുന്നതെല്ലാം എന്താണ്, കീയുമായിട്ട് ജനറേറ്റ് ചെയ്തതാണ്. ഇനി കീ ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയാം. അതായത് നമ്മുടെ ഒറിജിനൽ കീ എന്ന് പറയുന്നത് ഒരു 64 ബിറ്റ് കീ ആയിരിക്കും. അപ്പോൾ ഈ 64 ബിറ്റ് കീനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു പെർമ്യൂട്ടേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ പെർമ്യൂട്ടേഷൻ ആണ് നടക്കുന്നത്, അതുകൊണ്ടാണ് പെർമ്യൂട്ടഡ് ചോയ്സ് 1 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഈ പെർമ്യൂട്ടേഷനിലൂടെ 64 ബിറ്റ് കീയെ നമ്മളൊരു 56 ബിറ്റ് കീ ആയിട്ട് മാറ്റുന്നുണ്ട്. ദെൻ ഈ 56 ബിറ്റ് കീനെ നമ്മൾ എന്ത് പെർഫോം ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് സർക്കുലാർ ഷിഫ്റ്റ് പെർഫോം ചെയ്യും. ഈ ലെഫ്റ്റ് സർക്കുലാർ ഷിഫ്റ്റ് പെർഫോം ചെയ്ത് എഗെയിൻ നമ്മളുടെ 56 ബിറ്റിനെ എഗെയിൻ ഒരു പെർമ്യൂട്ടേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ പെർമ്യൂട്ടഡ് ചോയ്സ് 2 എന്ന് പറയും. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 48 ബിറ്റ് കീ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ 64 ബിറ്റ് കീയും ഈ 48 ബിറ്റ് കീയും കൂടി ആയിരിക്കും നമ്മളുടെ ഈ റൗണ്ട് എന്ന് പറയുന്ന ഓരോ റൗണ്ടുകളിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിങ്ങൾ ഓരോ റൗണ്ടുകളിലും ഈ ഒരു പെർമ്യൂട്ടഡ് ചോയ്സ് 1 ശേഷം വരുന്ന ഓരോ കീസ് 56 ബിറ്റുള്ള കീ ലെഫ്റ്റ് സർക്കുലാർ ഷിഫ്റ്റ് പെർഫോം ചെയ്തതിന് ശേഷമായിരിക്കും ഓരോ റൗണ്ടിലേക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് DES എൻക്രിപ്ഷൻ്റെ ആക്ച്വലി ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മുന്നേ പറഞ്ഞ ആ ഫിഗർ തന്നെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ ഓരോ റൗണ്ടിലും നമുക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. റൗണ്ട് 16 റൗണ്ടുകളാണുള്ളത്. ഓരോ റൗണ്ട് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് കീസ് വേണം. ആ കീസ് എന്ന് പറയുന്നത് ഇനിഷ്യലി 64 ബിറ്റ് കീ ആയിരുന്നു, അതിനെ എന്താക്കി മാറ്റും, 56 ബിറ്റ് കീ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് ലെഫ്റ്റ് സർക്കുലാർ ഷിഫ്റ്റും കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് 48 ബിറ്റ് കീ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആക്ച്വലി കിട്ടുന്നത് 48 ബിറ്റ് കീ ആയിരിക്കും. ആ 48 ബിറ്റ് കീനെ നമ്മുടെ ഓരോ റൗണ്ടിലും പെർഫോം ചെയ്യാനായിട്ട് എടുക്കും. 64 ബിറ്റ് ഡേറ്റയുമായിട്ട് പെർഫോം ചെയ്യുക, ഓരോ റൗണ്ടുകളിലായിട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും.
ഓക്കെ. അപ്പോൾ അതിനുശേഷം ഫൈനലി ഒരു ഇൻവേഴ്സ് ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ ഉണ്ട്. ഇവിടെ പെർഫോം ചെയ്തതിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേഷൻ ആയിരിക്കും ഇവിടെ ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് നമ്മളുടെ 64 ബിറ്റ് സൈഫർ ടെക്സ്റ്റ്.